സീരീസിൽ 6ാമത് നുറുക്കുപ്പേരിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കയ്യിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തടവി കൊടുക്കാം. നേന്ത്രക്കായയുടെ കറിയൊന്നും കയ്യിൽ പറ്റിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി ഇതിൻ്റെ വാലും തലയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു നേന്ത്രക്കായയുടെ 3 ഭാഗത്തും ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നേന്ത്രക്കായയുടെ തോല് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല മൂത്ത നേന്ത്രക്കായാണെന്നുണ്ടെങ്കിൽ തോലൊക്കെ പെട്ടെന്ന് പോന്നോളും. ഇത് അത്രത്തോളം മൂപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ബലപ്രയോഗം നടത്തി പിന്നെ ഈ നേന്ത്രക്കായയുടെ തോലൊക്കെ നമുക്ക് ഉപ്പേരി വെച്ച അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് 4 നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ട് ഒരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 4 നേന്ത്രക്കായും അതിൻ്റെ ആ കറിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് നേരത്തിൽ നമ്മളിതിലോട്ട് ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം കറയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉരച്ച് ആ കറകളൊക്കെ ഒന്നുകൂടെ കളഞ്ഞെടുത്തിട്ട് നന്നായി ഒന്ന് വെള്ളത്തിൽ കഴുകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ടിഷ്യൂ പേപ്പറോ ഇല്ലെങ്കിൽ ഇതുപോലൊരു ടവൽ എന്തെങ്കിലും എടുത്തിട്ട് നേന്ത്രക്കായയുടെ ഉള്ളിലുള്ള വെള്ളം മുഴുവൻ ഒന്ന് തുടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ 4 ഞാൻ നന്നായിട്ട് തന്നെ തുടച്ച് ക്ലീനാക്കി എടുത്തു. എന്നിട്ട് അതിലൊരെണ്ണം എടുത്തിട്ട് ഇതുപോലെ 4 കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിയുമ്പോൾ ചിപ്സിൻ്റെ അത്രയും നൈസായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈസിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു 4 നേന്ത്രക്കായും ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത് വറുത്തെടുക്കുമ്പോൾ ആവശ്യത്തിനാണ്. ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കായ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് കട്ട പിടിക്കില്ല, നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് മാറി ഇതൊരു ക്രിസ്പി സൗണ്ടായിട്ട് വരും. അതായത് ഈ ഒരു കായ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണ ഒരു സൗണ്ട് വരും. അത് നമുക്ക് മനസ്സിലാവും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സൗണ്ട് വരും. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള വെള്ളത്തിൽ നിന്ന് 1 ടീസ്പൂൺ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരി 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം ഇത് കുറച്ച് നേരം കൂടെ ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് ഏകദേശം പാകം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന്ന് ഒരെണ്ണം എടുത്തതിന് ശേഷം ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് വരുമ്പോൾ ഏകദേശം സെറ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാനിതാ ഇതൊരു അരിപ്പയിലേക്ക് ഇതേമാതിരി കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നുറുക്കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കൊല്ലത്തെ ഓണത്തിനുള്ള നുറുക്കുപ്പേരി നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.